നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മംഗലാപുരം ഇരട്ടക്കൊല പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ, തെളിവെടുപ്പിന് കൊണ്ടുവന്നു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ പുതിയ സംവിധാനം ദ്രോഹമായി മാറുന്നു. ഗതാഗത തടസ്സം നിത്യസംഭവം, യാത്രക്കാർ കുടുങ്ങുന്നത് മണിക്കൂറുകളോളം. ഉദ്യാവർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പരാധീനത, സങ്കടവുമായി അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും കളക്ടർക്ക് മുന്നിലെത്തി. KCN ഫോളോ അപ്പ്. മഞ്ചേശ്വരം പാണ്ഡ്യാല ഓവുചാൽ നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരമാകുന്നു. പ്രശ്നപരിഹാരത്തിന് 3 ലക്ഷം അനുവദിച്ചു. KCN ഇംപാക്ട്. സ്വാന്തനത്തിന്റെ മേൽക്കൂര പണിത് വീണ്ടും KMCC. ബദിയടുക്കയിലെ ആദ്യ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. വിലക്കയറ്റത്തിനെതിരെ CPI സമരരംഗത്ത്, കളക്ടറേറ്റ് ധർണയിൽ പ്രതിഷേധമിരമ്പി. വിശദമായ വാർത്തകളിലേക്ക്. നാടിനെ നടുക്കിയ മംഗലാപുരം ഇരട്ടക്കൊല കേസ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ കാസർകോട്ടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. കൂടുതൽ അന്വേഷണത്തിനായാണ് പ്രതികളെ കാസർകോട്ട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത പോലീസ് ബന്ദോബസ്തിൽ പ്രത്യേക വാഹനത്തിലാണ് പ്രതികളെയും കൊണ്ട് പോലീസ് എത്തിയത്. തെളിവെടുപ്പിന് കാസർഗോഡ് പോലീസിന്റെ സഹകരണവും ഉണ്ടായിരുന്നു. അണങ്കൂർ സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, മുഹമ്മദ് ഇർഷാദ്, ചെറുക്കളയിലെ മുഹമ്മദ് മുനവർ സനാഫ് എന്നിവരെയാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊല കേസിന്റെ അന്വേഷണത്തിനായി 4 ദിവസത്തേക്ക് കേസ് അന്വേഷിക്കുന്ന പാണ്ഡേശ്വരം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ മരുതെടുക്കം, ഇളനീരെടുക്കം പ്രതികളുടെ വീടുകളിലും തെളിവെടുപ്പ് നടത്തി. മൃതദേഹങ്ങൾ കടത്താൻ ഉപയോഗിച്ച് കാർ വാടകയ്ക്ക് എടുത്തതിനെ കുറിച്ചും പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇരട്ടക്കൊല നടന്ന അത്താവാറിലെ വാടക വീട്ടിലും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതിനു ശേഷം മംഗലാപുരത്തേക്കുള്ള മടക്കയാത്രയിൽ ഭക്ഷണം കഴിച്ച പൊയ്നാച്ചിയിലെ ഹോട്ടലിലും തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ പുതിയ സംവിധാനം യാത്രക്കാർക്ക് ദുരിതമാവുന്നു. ഗതാഗത തടസ്സം പതിവായതോടെ മണിക്കൂറുകളോളമാണ് യാത്രക്കാർക്ക് നടുറോഡിൽ കാത്തുനിൽക്കേണ്ടി വരുന്നത്. റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിന് വിൽപ്പന നികുതി വകുപ്പ് ഏർപ്പെടുത്തിയ പുതിയ സംവിധാനമാണ് ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുന്നത്. ദേശീയപാതയിലെ മഞ്ചേശ്വരം ഒസങ്കടി ചെക്ക് പോസ്റ്റിൽ ചരക്ക് ലോറികൾ നിർത്തിയിടുന്നതിനാൽ മംഗലാപുരം ഭാഗത്തേക്കും തിരിച്ചുമുള്ള ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്കുകളുടെയും ലോറികളുടെയും ഡ്രൈവറുടെയും വിവരങ്ങൾ ഡീലർ ഓൺലൈൻ വഴി സമർപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് കരുതി ഡീലർമാർ തങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ലോറി ഡ്രൈവർമാർക്ക് നൽകുന്നില്ല. ഡീലർമാർ നേരിട്ട് എത്തുന്നതുവരെ ലോറികൾ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിടുകയാണ്. ഇത് മറ്റു വാഹനങ്ങളുടെ ഗതാഗത തടസ്സത്തിന് വഴിയൊരുക്കുന്നു. കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ ദുസ്സഹമായി മാറിയിട്ടുണ്ട്. പരാധീനതകളിൽ പൊറുതിമുട്ടുന്ന ഉദ്യാവർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും തങ്ങളുടെ ദയനീയാവസ്ഥ വിവരിക്കാൻ കളക്ടറുടെ മുന്നിലെത്തി. വ്യാഴാഴ്ചയാണ് 40ഓളം വരുന്ന സംഘം കളക്ടറുടെയും മറ്റ് വകുപ്പ് മേധാവികളുടെയും മുന്നിലെത്തി തങ്ങളുടെ ദയനീയാവസ്ഥ വിവരിച്ചത്. KCN ഫോളോ അപ്പ്. അടിസ്ഥാന സൗകര്യങ്ങളോ ശമ്പളമോ ഇല്ലാതെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഉദ്യാവർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം KCN ന്യൂസാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ 4 വർഷമായി 100% വിജയം നേടുന്ന ഈ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും അന്യമാണ്. PTA കമ്മിറ്റിയാണ് ഇവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത്. തീർത്തും നിർധനമായ ഈ പ്രദേശത്തെ PTA കമ്മിറ്റിക്ക് പലപ്പോഴും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. അതോടെ അധ്യാപകർ ഏറെ ദുരിതത്തിലാവുന്നു. ഈ സാഹചര്യത്തിലാണ് PTA കമ്മിറ്റിയും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ കളക്ടറുടെയും മറ്റു വകുപ്പ് മേധാവികളുടെയും മുന്നിലെത്തി തങ്ങളുടെ സങ്കടങ്ങൾ വിവരിച്ചത്. PTA പ്രസിഡന്റ് ഹസൻ ഹബയുടെ നേതൃത്വത്തിൽ MH ഇബ്രാഹിം, യൂസഫ്, മാധവ തുടങ്ങി 40ഓളം പേരാണ് കളക്ടറുടെ മുന്നിൽ നിവേദനവുമായി എത്തിയത്. മഞ്ചേശ്വരം പാണ്ഡ്യാല ഓവുചാലിന്റെ പ്രശ്നത്തിന് പരിഹാരമാവുന്നു. പ്രശ്നപരിഹാരത്തിനായി 3 ലക്ഷം രൂപ അനുവദിച്ചു. KCN ഇംപാക്ട്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ രജിസ്ട്രാർ ഓഫീസിന് പിറകുവശത്തായി പടിഞ്ഞാറ് മുതൽ പാണ്ഡ്യാല വരെ നിർമ്മിച്ച ഓവുചാൽ നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നു. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഓവുചാലിൽ വെള്ളം കെട്ടിനിൽക്കുകയും ഇത് സമീപത്തെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ദുരിതമായി മാറുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുക് വളർന്ന് പ്രദേശം പകർച്ചവ്യാധി ഭീഷണി നേരിടുകയാണ്. 5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഓവുചാൽ മൂലം ജനങ്ങൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് കഴിഞ്ഞ 7-ാം തീയതി KCN ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ, സെക്രട്ടറി ധനഞ്ജയ് കുമാർ, വാർഡംഗം നജ്മ മുസ്തഫ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പ്രശ്നങ്ങൾ വിലയിരുത്തി. അശാസ്ത്രീയമായി നിർമ്മിച്ച ഓവുചാലിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനായി പ്രസിഡന്റിന്റെ പ്രവർത്തന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് നുസ്രത്ത് ജഹാൻ KCN ന്യൂസിനോട് പറഞ്ഞു. ಕಾಂಕ್ರೀಟ್ ಹಾಕಿದ್ದು ಈ ನೀರು ಆ ಡ್ರೈನೇಜಿನ ಒಳಗೆ ಹೋಗುವಂತಹ ಒಂದು ಸಂದರ್ಭ ಇಲ್ಲದ ಕಾರಣ ಈ ನೀರೆಲ್ಲ ಇಲ್ಲಿ ಆಚೆ ಈಚೆ ಇದ್ದ ಮನೆಯವರಿಗೆ ಒಂದು ವಾಹನ ಹೋಗುವಾಗ ಎಲ್ಲ ಅದು ಆ ನೀರೆಲ್ಲ ರಟ್ಟಿದಾಗೆ ಆಗ್ತದೆ. ಆಗ ನಡಿಲಿಕ್ಕೆ ಸಹ ಸಮಸ್ಯೆ ಇದೆ. ಅದಕ್ಕೆ ಬೇಕಾಗಿ ಇದು ಈಗ ನೋಡುವಾಗ ನನಗೆ ಇವರಿಗೆ ತಿರುಗಿ ಹೇಳುವಂತಹ ಮಾತು ನನ್ನಲ್ಲಿ ಇಲ್ಲದ ಕಾರಣ ಇದಕ್ಕೆ ಏನಾದರೂ ನಮ್ಮ ಪಂಚಾಯತಿಂದ ಏನಾದರೂ ಅಲ್ಲ, ಇದಕ್ಕೆ ಪಂಚಾಯತ್ ಒಂದು ದಾರಿ ಮಾಡಿ ಕೊಡಬೇಕಂತ ನನಗೆ ಅನಿಸ್ತಿದೆ. ಈಗ ನಾವು ಪಂಚಾಯತ್ ಈಗ ಸೆಕ್ರೆಟರಿ ಕೂಡ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ಸೆಕ್ರೆಟರಿ ಮತ್ತು ನಾನು ಇದು ಪಂಚಾಯತಿಗೆ ಹೋಗಿ ಇದಕ್ಕೆ ಏನಾದರೂ ಸೊಲ್ಯೂಷನ್ ಮಾಡಲಿಕ್ಕೆ ಆಗ್ತದೆ ಅಂತ ನೋಡಿ ಇದಕ್ಕೆ ಈ ದಾರಿಯನ್ನು ನಾನು ಆದಷ್ಟು ಬೇಗ ಈ ರೋಡನ್ನು ನಾನು ಕ್ಲಿಯರ್ ಮಾಡಿ ಕೊಡ್ತೇನೆ ಅಂತ ನಾನು ನಿಮಗೆ ಭರವಸೆಯನ್ನು ಕೊಡ್ತೇನೆ. നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ധനഞ്ജയ് കുമാറും അറിയിച്ചു. ആ വെള്ളം ആദ്യം നിൽക്കുന്ന സമയത്ത് പഞ്ചായത്ത് മെമ്പർ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു കത്ത് തന്നിട്ടായിരുന്നു. അത് നമ്മൾ ഈ സാധാരണ ഈ വെള്ളം ഒഴുകി പോകുന്നില്ല. അത് നമ്മൾ സാധാരണ വെച്ചാൽ പിന്നെ ഈ മഴക്കാല രോഗങ്ങളിൽ പെടുത്തി ആ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി മെമ്പർ ചെന്ന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ക്ലിയറാണ്, ഈ വർക്കിൻ്റെ ചെറിയൊരു പ്രോബ്ലത്തിലായി വരുന്നത്. അത് നമ്മൾ ഒന്നിക്കൽ പിന്നെ കൺവീനറായിട്ടും അത് ഭരണസമിതിയായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതിയോട് നമുക്ക് ആവശ്യപ്പെടാം. ഓവുചാലിന്റെ പ്രശ്നം പരിഹരിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാരുണ്യ വഴിയിൽ പുതിയ ചരിത്രമെഴുതി KMCC നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മാൻ പദ്ധതിയിലെ ബദിയടുക്ക പഞ്ചായത്തിലെ ആദ്യ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. മറ്റു 2 വീടുകളുടെ പ്രവൃത്തിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടില്ലാത്തവന്റെ സ്വപ്നങ്ങൾക്ക് കാരുണ്യം കൊണ്ട് നിറങ്ങൾ പകർന്ന് പ്രവാസി കൂട്ടായ്മയായ KMCCയുടെ ബൈത്തുറഹ്മാൻ പദ്ധതിയിലെ ആദ്യ വീടിന്റെ നിർമ്മാണം ബദിയടുക്ക പഞ്ചായത്തിലെ മൂക്കമ്പാറയിൽ പൂർത്തിയായി. മരുഭൂമിയിൽ നിന്നുള്ള അധ്വാനത്തിന്റെ ഒരു വിഹിതം നാട്ടിലെ കഷ്ടപ്പെടുന്നവർക്ക് കൂടി അർഹതപ്പെട്ടതാണെന്ന തിരിച്ചറിവിലൂടെ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ KMCCയുടെ ദുബായ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലുമായി സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ബൈത്തുറഹ്മാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഏറെ മാനസിക വൈകല്യങ്ങളുള്ള കെടഞ്ചിയിലെ മൊയ്തീൻ കുഞ്ഞിക്കാണ് ഈ പദ്ധതി പ്രകാരമുള്ള ആദ്യത്തെ വീട് KMCC നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ റമദാനിലായിരുന്നു മൂക്കമ്പാറയിലെ 4 സെന്റ് സ്ഥലത്ത് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 4,25,000 രൂപ ചെലവായി കഴിഞ്ഞു. വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാനുള്ള നടപടികളും പൂർത്തിയായിരിക്കുന്നു. 650 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് 2 കിടപ്പുമുറികളും സ്വീകരണ മുറി, അടുക്കള എന്നിവയും ഉൾപ്പെടുന്നതാണ്. ബൈത്തുറഹ്മാൻ പദ്ധതി പ്രകാരമുള്ള രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണം ചെങ്കള പഞ്ചായത്തിലെ കെട്ടുങ്കലിൽ അവസാന ഘട്ടത്തിലാണ്. മുസ്ലിം ലീഗ് ഭാരവാഹിയായ കുദ്രോളി ഉമ്പുച്ച നൽകിയ 5 സെന്റ് സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് 800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വികലാംഗനായ ചെങ്കളയിലെ റഫീഖിന്റെ ഏറെ നാളായുള്ള സ്വപ്നങ്ങൾ കൂടിയാണ് KMCCയിലൂടെ പൂർത്തിയായിരിക്കുന്നത്. 7 ലക്ഷം രൂപ ഇതിനോടകം ചെലവായി കഴിഞ്ഞു. അവസാനഘട്ട മിനുക്കുപണികൾ കൂടി പൂർത്തിയായി 2 മാസത്തിനകം വീട് കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് KMCC ഭാരവാഹികൾ. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പദ്ധതിയായിരുന്നു മഹാനായ മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരുള്ള ബൈത്തുൽ റഹ്മാൻ എന്ന പദ്ധതി. അത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന 8 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഈ വീട് മൊയ്തീൻ കുഞ്ഞി എന്ന വ്യക്തികളെയാണ് പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവർക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്ന ദിവസത്തിൽ തന്നെ വ്യക്തിത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അവിടെയും ഒരു വീടിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായി അടുത്ത് തന്നെ മറ്റുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട് അവിടെയും ഞങ്ങൾ വീട് നിർമ്മിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ദുബായ് കാസർഗോഡ് മണ്ഡലം KMCCയുടെ കീഴിൽ 3 പഞ്ചായത്ത് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് ബദിയടുക്ക പഞ്ചായത്തും മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തും അതുപോലെ തന്നെ ചെങ്കള പഞ്ചായത്തും. ഇവരൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ബൈത്തുൽ റഹ്മാൻ വീടിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ മുമ്പ് റംസാനിലൊക്കെ കാസർഗോഡ് KMCC മണ്ഡലം 8 ഓട്ടോറിക്ഷകൾ കൊടുത്തിരുന്നു. അതുകൂടാതെ തന്നെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്.
ഇൻഷാ അല്ലാ ഭാവിയിൽ പുതിയ റിലീഫ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. KMCC ഫണ്ടിന് പുറമെ മുസ്ലിം ലീഗ് സമാഹരിച്ച ഫണ്ട് കൂടി വീട് നിർമ്മാണത്തിനായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ പ്രവാസി ലീഗ് ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി ബംബ്രാണിയിലെ ബി ഫാത്തിമ എന്ന വിധവയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീട് കഴിഞ്ഞ മാസം കൈമാറിയിരുന്നു. ചെങ്കള പഞ്ചായത്തിൽ തന്നെ ബൈത്തുറഹ്മയ്ക്ക് കീഴിൽ 2 വീടുകൾ കൂടി 1 വർഷത്തിനകം നിർമ്മിച്ചു നൽകാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. KMCC മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ 3ാമത്തെ വീടിന് മൊഗ്രാൽപുത്തൂരിൽ തറ ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത 1 വർഷത്തിനുള്ളിൽ പ്രഖ്യാപിക്കപ്പെട്ട 8 വീടുകളും പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് KMCC ഭാരവാഹികൾ. പേരിലൊരു വീട് എന്നതിനപ്പുറം ഒരു ശരാശരി കുടുംബത്തിന് സൗകര്യങ്ങളോടുകൂടിയ വീട് നിർമ്മിച്ചു നൽകുന്നതിലൂടെ KMCC ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് സമാനതകളില്ല. ഏറ്റവും അർഹരായവർക്ക് നൽകുന്നതുകൊണ്ടാണ് ആഡംബരങ്ങൾ ഒട്ടുമില്ലാതിരുന്നിട്ടും വീട് ലഭിച്ചവർക്ക് അതൊരു കൊട്ടാരമാകുന്നത്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പ്രവാസത്തിന്റെ നൊമ്പരങ്ങൾക്കിടയിലും കാരുണ്യത്തിന്റെ ഉറവറ്റാത്ത മനസ്സുമായി KMCC കൈചേർത്ത് പിടിക്കുമ്പോൾ അത് നാട്ടിലെ പല കുടുംബങ്ങൾക്കും വെയിലും മഴയുമേൽക്കാത്ത തണലാവുകയാണ്. ബൈത്തുറഹ്മാൻ പദ്ധതിക്ക് പുറമെ തൊഴിൽ രഹിതർക്ക് 8 ഓട്ടോറിക്ഷ, 100 തയ്യൽ മെഷീൻ, എൻഡോസൾഫാൻ മേഖലയിലെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ മാതൃകാപരമായ പദ്ധതികളും KMCC ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് മഹമ്മൂദ് കുളങ്ങര, ജനറൽ സെക്രട്ടറി സലാം കന്യപ്പാടി, ട്രഷറർ ഫൈസൽ പട്ടേൽ, റിലീഫ് കമ്മിറ്റി ചെയർമാൻ ഗഫൂർ എരിയാൽ തുടങ്ങിയവരാണ് KMCC ദുബായ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിദൂര നാടുകളിൽ നിന്നുള്ള അധ്വാനത്തിന്റെ ഒരു വിഹിതം നാട്ടിലെ കഷ്ടപ്പെടുന്നവരുടെ സ്വപ്നങ്ങൾക്ക് മേൽക്കൂര ഒരുക്കുന്നതിലൂടെ KMCCയുടെ ബൈത്തുറഹ്മ സമാനതകളില്ലാത്ത കാരുണ്യത്തിന്റെ മാതൃകയാവുകയാണ്. ഓരോ പഞ്ചായത്തിലും ഒരു വീട് എന്ന സ്വപ്നവുമായാണ് KMCC ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഗണേഷ് പക്കിയോടൊപ്പം ഖയ്യൂം മാന്യ, KCN ന്യൂസ്. വിലകയറ്റത്തിനെതിരെ സമരവുമായി CPI രംഗത്ത്. CPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വിലകയറ്റം തടയുക, പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത്. KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 1.5 മാസക്കാലത്തിനിടയിൽ ആ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ, ജനപക്ഷ നിലപാട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, നരേന്ദ്രമോദിയും മൻമോഹൻ സിംഗും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. സാമ്പത്തിക രംഗത്ത് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയല്ല BJP എന്ന് നല്ല ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങളത് ഇവിടെ പ്രചരിപ്പിച്ചതാണ്. ടി കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, EK നായർ, മംഗളം കുഞ്ഞികൃഷ്ണൻ, രാജൻ, KS കുര്യാക്കോസ്, V രാജൻ, PA നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ജില്ലാ കൺവെൻഷൻ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോട്ടായിരുന്നു പരിപാടി. AN രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സദർ റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VV ജെയിംസ്, EK രവീന്ദ്രൻ, P കുമാരൻ, PA ഹമീദ്, വേണുഗോപാലൻ തുടങ്ങിയവരും സംസാരിച്ചു. മഴ കനത്തതോടെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായി മാറി. ഇതോടെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്തു തുടങ്ങിയതോടെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെ യാത്ര തീർത്തും ദുരിതമായി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ കുഴിയാണ് രൂപപ്പെട്ടത്. സ്വകാര്യ ബസ്സുകൾ കുഴിയിൽ ചാടുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന യാത്രക്കാർ ബസ്സിനകത്ത് വീഴുന്ന സംഭവങ്ങൾ പതിവായിട്ടുണ്ട്. പാതാളക്കുഴി രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നത് യാത്രികരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കാനും ഇടയാക്കുന്നുണ്ട്. റോഡ് ഇളകിക്കിടക്കുന്നത് മൂലം കല്ലുകൾ തെറിച്ചും അപകടത്തിനിടയാകുന്നു. പോലീസ് ഹെഡ് പോസ്റ്റിനരികിലും ചെളിവെള്ളം കെട്ടിനിൽക്കുന്നത് രോഗങ്ങൾ പടർത്തുമെന്ന ഭീതിയുമുണ്ട്. ബസ് സ്റ്റാൻഡിനകത്തെ കുഴികൾ നികത്താൻ നടപടി വേണമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായ പ്രദീപ് കുമാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിലുള്ള ബസ് സ്റ്റാൻഡിനകത്തേക്കും അതുപോലെ പുറത്തേക്കും ബസ്സുകൾ പ്രവേശിക്കുന്ന ഈ സ്റ്റാൻഡിനകത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഏകദേശം മാസങ്ങളോളമായി. ഇതുവരെ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഇതുവരെ ശ്രദ്ധിച്ചതായി കാണുന്നില്ല. അതുപോലെ കുറച്ച് മാസങ്ങൾക്കപ്പുറം നമ്മുടെ സംഘടനയുടെ പേരിൽ
വസ്ത്രൂർ താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ അവിടെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു ശാശ്വത പരിഹാരവും ഇതുവരെ കണ്ടതായി കാണുന്നില്ല. അനുദിനം തിരക്കേറി വരുന്ന കാഞ്ഞങ്ങാട് നഗരത്തിലെ ഇത്തരം അപകട കാഴ്ചകൾ മികച്ച ഭരണാധികാരികൾക്ക് ഒരിക്കലും ഭൂഷണമല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കസ്റ്റഡി വാഹനങ്ങൾ മാറ്റണമെന്ന് കോടതി വിധി. ഇതോടെ കാഞ്ഞങ്ങാട്ട് ഉദ്യോഗസ്ഥർ ആശങ്കയിലായിരിക്കുകയാണ്. പൂഴിക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസും റവന്യൂ അധികൃതരും പിടിച്ചെടുത്ത വാഹനങ്ങൾ സംബന്ധിച്ചാണ് ഹൈക്കോടതി നിർണായകമായ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പൊതുസ്ഥിതി കണക്കിലെടുത്താണ് ഹൈക്കോടതി വിധി പ്രഖ്യാപനം വന്നത്. ഇത്തരം വാഹനങ്ങൾ സൂക്ഷിക്കാൻ പിടിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി വിധിയിൽ പറയുന്നു. നശിച്ചുപോയേക്കാവുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിൽ ഹോസ്ദുർഗ്, ബേക്കൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ വാഹനങ്ങൾ റോഡരികിലും മറ്റും തള്ളിയ നിലയിലാണ്. ഇത് വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിച്ചു വരുന്നത്. വാഹനങ്ങൾ പെരുകിയിട്ടും ഇവ നീക്കം ചെയ്യാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. അതേസമയം റവന്യൂ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത വാഹനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ്. എന്നാൽ കോടതി വിധി എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തുമെന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്ത് സൂക്ഷിക്കണമെന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കുമിഞ്ഞുകൂടിയ വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാവുമെന്നാണ് വാഹന ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. ലേല നടപടികൾ വൈകുന്നതാണ് വാഹനങ്ങൾ മാറ്റുന്നതിനുള്ള സാങ്കേതിക തടസ്സമായി പറയപ്പെടുന്നത്. കോടതി വിധിക്ക് യോജിച്ച വിധത്തിൽ വാഹനങ്ങൾ നീക്കിയാൽ ഗതാഗത തടസ്സം ഒഴിവായി കിട്ടുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പെരിയ വില്ലേജ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിൽ. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും വിള്ളൽ വീണത് ജീവനക്കാരെയും ഓഫീസിലെ ഉദ്യോഗസ്ഥരെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ദേശീയപാതയ്ക്കരികിൽ പെരിയ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പെരിയ വില്ലേജ് ഓഫീസ് കെട്ടിടം ചുമരിൽ വിള്ളൽ വീണ് അപകടാവസ്ഥയിലായി. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിലാണ്. 28 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് നിർമ്മാണത്തിലെ അപാകത മൂലം നാശം നേരിടുന്നത്. സുപ്രധാനമായ ഒട്ടേറെ രേഖകൾ സൂക്ഷിക്കുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ വിള്ളൽ ചോർച്ചയ്ക്ക് ഇടയാക്കുമെന്നും ആശങ്കയുണ്ട്. പെരിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പെരിയ പൗരവേദി റവന്യൂ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉൾഭാഗത്തെ വിള്ളൽ അപകടത്തിന് ഇടയാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി വേണമെന്ന് പൗരവേദി പ്രസിഡന്റ് വി കണ്ണൻ പെരിയ പറഞ്ഞു. ഒരു തരത്തിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസ് എന്നതിൽ കാണാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ചോർന്നൊലിച്ച് വളരെ വിഷമത്തിലായ ഇതിൻ്റെ കമ്പിയെല്ലാം നമുക്കിപ്പോൾ വന്നാൽ ആര് വന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. പൊട്ടിപ്പൊളിഞ്ഞും എല്ലാം നാനാവിധമായിട്ട് ഒരു ഏത് സമയത്തും അത് നിലംപതിക്കുന്ന രീതിയിലാണ് അപ്പോൾ അതിലുള്ളത്. അതേസമയം വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് ചുറ്റുമതിൽ ഇല്ലാത്തത് രാത്രികാലങ്ങളിൽ മദ്യപരുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമാക്കുന്നതിനും ഇടയാക്കുന്നു. തെരുവ് നായ്ക്കളും കെട്ടിടം വൃത്തികേടാക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരമാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയുന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ദുരിതമായി മാറുന്നു. കാഞ്ഞങ്ങാട് കുന്നുമൽ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളാണ് ദുരിതം പേരി പഠനം നടത്തുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നഗരസഭ കർശന നടപടി സ്വീകരിച്ചു തുടങ്ങിയതോടെ മാലിന്യം ഇടവഴികളിൽ തള്ളുകയാണ് ചെയ്യുന്നത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് തള്ളുന്ന മാലിന്യങ്ങളാണ് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദുരിതമാവുന്നത്. നോർത്ത് കോട്ടച്ചേരി എലൈറ്റ് ഹോട്ടലിന് പിറകുവശത്തുള്ള റോഡിലാണ് മാലിന്യ നിക്ഷേപം പതിവായത്. മഴവെള്ളത്തോടൊപ്പം ഇവ റോഡിൽ പരന്നൊഴുകുന്നത് രോഗങ്ങൾ പരത്താനും ഇടയാക്കുന്നുണ്ട്. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് കൊടുത്തു, പറഞ്ഞു, പക്ഷെ ആരും ചെവികളൊന്നുമില്ല. ഇപ്പൊ ഇത് റോഡിലേക്ക് വ്യാപിച്ച് കിടക്കുന്നു. കുട്ടികൾ ഇതിലേ പോകുന്നു, ഒരുപാട് കുട്ടികൾ ഇതിലാണ് പോകുന്നു. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അടുത്ത് വീടുണ്ട്. വാഹനങ്ങളിൽ മറ്റും കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾ സമീപത്തെ വയലുകളിലേക്കും എത്തുന്നുണ്ട്. മാലിന്യ നിക്ഷേപം തടയാൻ പ്രദേശത്തെ യുവാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ജനകീയമായ ഇടപെടൽ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വാർത്തകൾ ചുരുക്കത്തിൽ. MGLC അധ്യാപകർ വ്യാഴാഴ്ച സ്കൂളുകൾ അടച്ചിട്ട് പഠിപ്പ് മുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും വ്യാഴാഴ്ച അനുമോദിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ആസൂത്രണ ബോർഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി.
മുൻ MLA പരേതനായ ടി എ ഇബ്രാഹിമിന്റെ മകനും കാസർഗോഡ് നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ളയുടെ സഹോദരനുമായ ടി മുഹമ്മദ് കുഞ്ഞ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. നഗരത്തിലെ വ്യാപാരിയും നുള്ളിപ്പാടി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് മാനേജിംഗ് പാർട്ണറുമാണ്. പരേതിയായ സുഹറയാണ് ഭാര്യ. PN പണിക്കർ സൗഹൃദ മെഡിക്കൽ കോളേജിൽ OP വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ആവിക്കരയിലാണ് OP പ്രവർത്തനം തുടങ്ങിയത്. PN പണിക്കർ സൗഹൃദ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആവിക്കരയിലെ OP വിഭാഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കൊച്ചു വിദ്യാലയത്തിലാണ് ഞാൻ എൻ്റെ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒട്ടും വികസിച്ചിട്ടില്ലാത്ത ഒരു നാടായിരുന്നു പറക്കളായി. കാരണം ഗതാഗത സൗകര്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യം ഒക്കെ വളരെ തുച്ഛമായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ നാടിനൊരു വികസനം അവിടെ ഉണ്ടായി. ഒരുപാട് കുട്ടികൾ പുറമെ നിന്ന് അവിടേക്ക് പഠിക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമല്ലാത്ത പല ചികിത്സാ രീതികളും നമ്മുടെ PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജിലൂടെ നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ സമൂഹത്തിന് ലഭിക്കുകയുണ്ടായി. എന്നത് വളരെയധികം സന്തോഷമുണ്ട്. PNPS മെഡിക്കൽ കോളേജ് ചെയർമാൻ KP സുരേഷ് കുമാർ അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, കൗൺസിലർ M ലക്ഷ്മി, ശൈലജ, VV ബാബുരാജ്, ഡോക്ടർ KV ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അത്താവാർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മംഗലാപുരം ഇരട്ടക്കൊല പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ, തെളിവെടുപ്പിന് കൊണ്ടുവന്നു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ പുതിയ സംവിധാനം ദ്രോഹമായി മാറുന്നു. ഗതാഗത തടസ്സം നിത്യസംഭവം, യാത്രക്കാർ കുടുങ്ങുന്നത് മണിക്കൂറുകളോളം. ഉദ്യാവർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പരാധീനത, സങ്കടവുമായി അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും കളക്ടർക്ക് മുന്നിലെത്തി. KCN ഫോളോ അപ്പ്. മഞ്ചേശ്വരം പാണ്ഡ്യാല ഓവുചാൽ നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരമാകുന്നു. പ്രശ്നപരിഹാരത്തിന് 3 ലക്ഷം അനുവദിച്ചു. KCN ഇംപാക്ട്. സ്വാന്തനത്തിന്റെ മേൽക്കൂര പണിത് വീണ്ടും KMCC. ബദിയടുക്കയിലെ ആദ്യ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. വിലക്കയറ്റത്തിനെതിരെ CPI സമരരംഗത്ത്, കളക്ടറേറ്റ് ധർണയിൽ പ്രതിഷേധമിരമ്പി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.